2026 ഓഗസ്റ്റ് 7 ചരിത്രപ്രസിദ്ധമായ മക്കയിൽ വെച്ച് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒപ്പുവെച്ച മക്ക സംയുക്ത പ്രതിരോധ കരാർ മധ്യപൂർവേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. നാറ്റോയുടെ 5-ാം വകുപ്പിന് സമാനമായി സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണത്തെ 3 രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന പ്രഖ്യാപനം കേവലം ഒരു പ്രതിരോധ കരാറിനപ്പുറം പ്രാദേശിക സുരക്ഷാ സമവാക്യങ്ങളെ ആകെ തിരുത്തി എഴുതുന്ന ഒന്നാണ്. പരമ്പരാഗതമായി പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷാ വലയത്തെ ആശ്രയിച്ചിരുന്ന ഗൾഫ് മേഖല സ്വന്തം പരമാധികാരവും സൈനിക പ്രതിരോധവും ഉറപ്പാക്കാൻ പ്രാദേശികവും ഏഷ്യൻ തലത്തിലുള്ളതുമായ പുതിയ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തിരിയുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ഈ നിർണായക സഖ്യത്തിലേക്ക് സിറിയയും ബംഗ്ലാദേശും ഈജിപ്തും ഉൾപ്പെടെയുള്ള കൂടുതൽ രാജ്യങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിക്കുകയോ സഹകരണത്തിന് മുതിരുകയോ ചെയ്യുന്നതോടെ ഗൾഫ് സഹകരണ കൗൺസിലിൻ്റെയും മൊത്തം മധ്യപൂർവേഷ്യൻ മേഖലയുടെയും ഭാവി തന്നെ പുതിയൊരു ദിശയിലേക്ക് മാറുകയാണ്. മക്ക കരാറിന്റെ കരുത്ത് അത് പ്രതിനിധീകരിക്കുന്ന 3 രാജ്യങ്ങളുടെ തന്ത്രപരമായ സവിശേഷതകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ അപാരമായ സാമ്പത്തിക ശേഷിയും പെട്രോ ഡോളർ മൂലധനവും, തുർക്കിയുടെ അത്യാധുനിക പ്രതിരോധ നിർമ്മാണ സാങ്കേതികവിദ്യയും ഡ്രോൺ സാങ്കേതികവിദ്യയും, പാകിസ്ഥാന്റെ വിശാലമായ സൈനിക നിരയും പരിശീലന പരിചയവും ആണവ ശക്തി പദവിയും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന സംയോജനം സമാനതകളില്ലാത്തതാണ്. തുർക്കിയുടെ വിഖ്യാതമായ ബൈറക്താർ അക്കിഞ്ചി യുദ്ധ ഡ്രോണുകൾ, 5-ാം തലമുറ കാൻ യുദ്ധവിമാന പദ്ധതികൾ എന്നിവയിൽ സൗദി സാമ്പത്തിക നിക്ഷേപം വ്യാപിപ്പിക്കുമ്പോൾ പാകിസ്ഥാൻ കരസേനയുടെ വൻ സൈനിക പിന്തുണയും തന്ത്രപരമായ സാന്നിധ്യവും പശ്ചിമേഷ്യൻ സുരക്ഷയ്ക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട്. മുൻപ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളിൽ നിന്നും മാത്രം ആയുധങ്ങളും സുരക്ഷാ ഗ്യാരണ്ടിയും പ്രതീക്ഷിച്ചിരുന്ന സൗദി അറേബ്യ തങ്ങളുടെ പ്രതിരോധ ശേഷി വൈവിധ്യവൽക്കരിക്കാനും സ്വന്തം പരമാധികാരം ഉറപ്പിച്ചു നിർത്താനും ഈ ത്രിരാഷ്ട്ര സഖ്യത്തിലൂടെ സാധ്യമാക്കുന്നു. ഈ ത്രിരാഷ്ട്ര പ്രതിരോധ കരാറിന്റെ വ്യാപ്തി കൂടുതൽ വികസിക്കുകയാണെന്ന സൂചനകളാണ് നിലവിലെ നയതന്ത്ര നീക്കങ്ങൾ നൽകുന്നത്. ഇസ്ലാമാബാദിൽ നടന്ന ഔദ്യോഗിക സന്ദർശനത്തിനിടെ സിറിയൻ വിദേശകാര്യമന്ത്രി അസാദ് ഹസൻ അൽ ഷൈബാനി മക്ക കരാറിൽ ചേരുന്ന കാര്യത്തിൽ തങ്ങൾ ഗൗരവമായി ആലോചിച്ചു വരികയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ദമാസ്കസും ഇസ്ലാമാബാദും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അംബാസിഡർ തലത്തിലേക്ക് ഉയർത്താനും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും സംയുക്ത ബിസിനസ് കൗൺസിൽ രൂപീകരിക്കാനും തീരുമാനിച്ചത് ഇതിന്റെ തുടർച്ചയാണ്. വർഷങ്ങളായി ആഭ്യന്തര സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര ഒറ്റപ്പെടലിലും കഴിയുന്ന സിറിയയെ സംബന്ധിച്ചിടത്തോളം സൗദിയും തുർക്കിയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന ഈ പ്രാദേശിക ചട്ടക്കൂടിന്റെ ഭാഗമാകുന്നത് തങ്ങളുടെ നയതന്ത്രപരമായ തിരിച്ചുവരവിനും സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ദക്ഷിണേഷ്യൻ രാജ്യമായ ബംഗ്ലാദേശും ഈ നിർണായക ചട്ടക്കൂട്ടിലേക്ക് അടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന തങ്ങളുടെ പുതിയ വിദേശ നയത്തിന്റെ ഭാഗമായി സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നിവരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ സാമ്പത്തിക അല്ലെങ്കിൽ പ്രതിരോധ ചട്ടക്കൂട്ടിൽ പങ്കാളികളാകാൻ തയ്യാറാണെന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് ഹുമയൂൺ കബീർ വ്യക്തമാക്കി. റിയാദും ധാക്കയും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര അതിർത്തികൾ വികസിക്കുന്നതോടൊപ്പം ദക്ഷിണേഷ്യയെയും ഗൾഫ് മേഖലയെയും ബന്ധിപ്പിക്കുന്ന പുതിയൊരു നയതന്ത്ര അച്ചുതണ്ട് രൂപപ്പെടാനും ഇത് വഴിയൊരുക്കുന്നുണ്ട്. മക്ക കരാറിന്റെ രൂപീകരണത്തിന് മുമ്പ് സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നിവർക്കൊപ്പം നടന്ന 4 രാഷ്ട്ര ചർച്ചകളിൽ ഈജിപ്തും സജീവമായി പങ്കെടുത്തിരുന്നുവെങ്കിലും പ്രാരംഭ ഒപ്പുവെക്കലിൽ കെയ്റോ പങ്കാളിയായിരുന്നില്ല. ഈജിപ്തിനെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില സാങ്കേതികവും നയതന്ത്രപരവുമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മെഡിറ്ററേനിയൻ മേഖലയിൽ ഗ്രീസ്, സൈപ്രസ് എന്നിവരുമായുള്ള ഈജിപ്തിന്റെ നിലവിലുള്ള കരാറുകളും വിദേശത്ത് സൈന്യത്തെ വിന്യസിക്കുന്നതിന് ഭരണഘടനയുടെ 152-ാം വകുപ്പ് പ്രകാരം പാർലമെന്റിന്റെ 3/2 ഭൂരിപക്ഷം വേണമെന്ന കടുത്ത നിബന്ധനയും ഈജിപ്തിന്റെ മുന്നിൽ വെല്ലുവിളിയാകുന്നുണ്ട്. എന്നിരുന്നാലും മക്ക കരാർ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിനെതിരെ രൂപീകരിച്ച സൈനിക ബ്ലോക്ക് അല്ലെന്നും ഭാവിയിൽ കൂടുതൽ സൗഹൃദ രാഷ്ട്രങ്ങൾക്ക് ഇതിലേക്ക് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ടെന്നും പങ്കാളിത്ത രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പരമ്പരാഗത സുരക്ഷാ ഘടനയിൽ ഈ കരാർ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സാന്നിധ്യം പുനഃക്രമീകരിക്കപ്പെടുകയും മേഖലയിലെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമാകുകയും ചെയ്ത സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ സ്വയം ഉറപ്പാക്കുക എന്ന തന്ത്രപരമായ തത്വമാണ് സൗദി അറേബ്യ മുന്നോട്ട് വയ്ക്കുന്നത്. തങ്ങൾ ഒപ്പുവെച്ച കരാറിനോട് മിശ്രമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ തങ്ങളുടെ സ്വന്തം കരുത്തിൽ ആശ്രയിക്കുന്നതിനെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തപ്പോൾ ഇത്തരം കടലാസ് കരാറുകൾ സൗദിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുമോ എന്ന് ഇറാനിയൻ പാർലമെന്റിലെ ചില വിഭാഗങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. അതേസമയം തുർക്കിയുടെ അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യയും പാകിസ്ഥാന്റെ സൈനിക അനുഭവ സമ്പത്തും സംയോജിക്കുന്നത് മേഖലയിൽ തങ്ങളുടെ വ്യോമ മേഖലാ മേധാവിത്വത്തിനും സൈനിക നീക്കങ്ങൾക്കും തടസ്സമാകുമോ എന്ന് ഇസ്രയേൽ ആശങ്കയോടെ നിരീക്ഷിക്കുന്നുണ്ട്. വൻ ശക്തികളുടെ കളിപ്പാവയാകാതെ പ്രാദേശിക സൗഹൃദ രാഷ്ട്രങ്ങൾ ചേർന്ന് ഒരു സ്വതന്ത്ര പ്രതിരോധ ആവാസ വ്യവസ്ഥ നിർമ്മിക്കുന്നു എന്നത് വാഷിംഗ്ടണിനും ബീജിംഗിനും ഒരുപോലെ പുതിയ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
മക്ക സംയുക്ത പ്രതിരോധ കരാർ കേവലം 3 രാജ്യങ്ങളുടെ സൈനിക ഉടമ്പടി മാത്രമല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലും സമീപ മേഖലകളിലും രൂപപ്പെട്ടു വരുന്ന പുതിയ ബഹുകേന്ദ്രീകൃത ലോകക്രമത്തിന്റെ വ്യക്തമായ അടയാളമാണ്. ഗൾഫ് നാടുകളുടെ അപാരമായ ധനശേഷിയും അനറ്റോളിയൻ നാടുകളുടെ ആധുനിക പ്രതിരോധ വ്യവസായവും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സൈനിക സന്നദ്ധതയും ഒന്നിക്കുമ്പോൾ അത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷാ ബന്ധങ്ങളെ പുനർനിർവചിക്കും. സിറിയയെയും ബംഗ്ലാദേശിനെയും പോലെയുള്ള രാജ്യങ്ങൾ ഇതിലേക്ക് കണ്ണുവെക്കുന്നത് മേഖലയിലെ പരമ്പരാഗത അസ്ഥിരതകളെ മറികടന്ന് ഒരു സന്തുലിത പ്രതിരോധ ചട്ടക്കൂട് ഉയർന്നു വരുന്നതിന്റെ തെളിവാണ്. വരും വർഷങ്ങളിൽ ഈ സഖ്യം എങ്ങനെ വികസിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഗൾഫ് മേഖലയുടെയും ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും സുരക്ഷാ ഭൂപടം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.